ഡോട്ട് മാട്രിക്സ് പ്രിൻ്റർ എന്ന് പറഞ്ഞ ഇതിനകത്ത് എന്താണെന്ന് കഴിഞ്ഞാൽ ഒരു പ്രിൻ്റ് ഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടാകും. ആ പ്രിൻ്റ് ഹെഡിനകത്താണ് പ്രിൻ്റ് പിൻസുകൾ വന്നിട്ടുണ്ടാകും. ഒരേ പിന്നുകളുടെ കൂടെയും ഇലക്ട്രോ മാഗ്നറ്റ് വന്നിട്ട് കണക്റ്റഡ് ആക്കി വെച്ചിട്ടുണ്ടാകും. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ആ ഇലക്ട്രോ മാഗ്നറ്റിൽ വന്നിട്ട് നമുക്ക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും പിന്നെന്ന് പറയുന്നത് മെറ്റലാണല്ലോ. അപ്പം മെറ്റലിൽ വന്നിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് വരുമ്പോഴത്തേക്കും റിപ്പൾഷൻ ആകും. ഈ പിന്നുകളൊക്കെ ഇരിക്കുന്നത് ഏതിൻ്റെ മുമ്പിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു ബ്ലാക്ക് റിബൺ കോട്ടിംഗ് ഉണ്ട്, ആ റിബണിൻ്റെ മുമ്പിലാണ് ഇരിക്കുന്നത്. അതായത് നമ്മളുടെ കാർബൺ പേപ്പറിൻ്റെ മുമ്പിലാണ്. അപ്പോൾ ആ പിന്നുകളിൽ വന്നിട്ട് ഇലക്ട്രോ മാഗ്നറ്റ് ഇത് വരുമ്പോഴത്തേക്കും, ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് വരുമ്പോഴത്തേക്കും പിന്നുകൾ എന്താകും, എനർജൈസ്ഡ് ആകും. എനർജൈസ്ഡ് ആകുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രോ മാഗ്നറ്റും പിന്നുകളും തമ്മിൽ റിപ്പൾഷൻ നടക്കും. അപ്പോൾ ആ പിന്ന് എന്താകും, മുമ്പിലോട്ട് പോയി പ്രസ്സിങ് ആകും. അങ്ങനെ പ്രസ്സിങ് ആകുന്നത് ഏതിൻ്റെ മേലാണ്, ആ കാർബൺ ഷീറ്റിൻ്റെ മേലിലാണ്. നിങ്ങളിപ്പോൾ വന്നിട്ട് എന്താണ്, ഒരു കാർബൺ പേപ്പറിൻ്റെ മേലിൽ ഒരു പേന കൊണ്ട് അമർത്തി എഴുതി കഴിഞ്ഞാൽ എന്താകും, കാർബൺ പേപ്പറിൻ്റെ അടിയിൽ വെച്ചിരിക്കുന്ന പേപ്പറിൻ്റെ മേലിൽ അത് മഷിയായിട്ട് വരത്തില്ലേ. അതേപോലെ തന്നെയാണ് നമ്മൾ പേന കൊണ്ട് അമർത്തി എഴുതുന്ന പകരം ആ പേന തന്നെ നമ്മൾ എന്താണ് ഇവിടെ പിന്നുകളായിട്ട് വെച്ചിരിക്കുന്നതിനും. അപ്പോൾ കുറേ പിന്നുകളാണ് ഇരിക്കുന്നത്. ആ പിന്നുകളുടെ അറേഞ്ച്മെൻറ്റ് ഒന്നില്ലെങ്കിൽ 9 പിന്നുകളൊക്കെ ആയിരിക്കും. ഇതുപോലെയൊക്കെ ഒന്നില്ലെങ്കിൽ ഇങ്ങനെ 9-7 പിന്നുകളൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ഈ 9 പിന്നുകളെ 2 റോകളായിട്ടൊക്കെ ആയിരിക്കും കാണുന്നത്. ആ പിന്നുകളാണ് ഇവിടെ ഇങ്ങനെ പ്രിൻ്റ് ഹെഡ് എന്ന് പറഞ്ഞ ഇതായിട്ട് കാണിച്ചിട്ട് കണ്ടോ. ഇപ്പോൾ 1 2 3 4 5 6 7 8 9 പിന്നുകളുണ്ട്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നുകളിനകത്ത് ഇപ്പോൾ ഇത് ഹെച്ച് അടിക്കുമ്പോൾ നോക്കിയേ, എല്ലാ പിന്നുകളുടെ മേലിലും എന്ത് വന്നിട്ടുണ്ടാകും, ഒരു മാഗ്നറ്റിക് ഫീൽഡ് വരുമ്പോഴത്തേക്കും ആ പിന്നുകൾ റിപ്പൾഷനായിട്ട് മുമ്പിൽ പോയി ഇരിക്കുന്ന കാർബൺ ഷീറ്റ് വന്നിട്ട് എന്താണ് സ്ട്രൈക്ക് ഔട്ട് ചെയ്യും. അപ്പോൾ സ്ട്രൈക്ക് ഔട്ട് ചെയ്യുമ്പോഴേക്കും കാർബൺ ഷീറ്റിലുള്ള ബ്ലാക്ക് പേപ്പറിൽ ആകുന്നതായിരിക്കും. ഇത് നടുക്ക് ഹെച്ചിൻ്റെ നടുക്ക് 2 ഡോട്ട് ഇരിക്കുന്നതുണ്ടാവും. അപ്പോൾ എന്താകും, ആ 9 പിന്നുകളിൽ നടുക്കിരിക്കുന്ന പിന്നിൽ മാത്രം റിപ്പൾഷൻ വരണമായിരിക്കും, ബാക്കിയുള്ള പിന്നുകളിലൊന്നും റിപ്പൾഷൻ നടക്കത്തില്ല. അതേപോലെ അടുത്ത ഒരു ഡോട്ട് സിംഗിൾ ഡോട്ടാണ് ഇരിക്കുന്നത്. അതേപോലെ തന്നെ അഗെയിൻ നീങ്ങി വന്നിട്ടുണ്ടാകും. അപ്പോൾ ഇതനുസരിച്ചിട്ട് അടിയിലിരിക്കുന്ന പേപ്പർ വന്നിട്ട് എന്താ പറഞ്ഞാൽ എന്താണ് ലെഫ്റ്റ് ടു റൈറ്റും റൈറ്റ് ടു ലെഫ്റ്റും വന്നിട്ട് മൂവ്മെൻറ്റ് ആകുന്നതായിരിക്കും. അതായത് പണ്ടത്തെ ഈ മാർജിൻ ഫ്രീയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് പ്രിൻറ്റിങ് മെഷീൻ, ബില്ലിംഗ് മെഷീൻസൊക്കെ കാണുമ്പോഴേക്കും ഭയങ്കര സൗണ്ട് വരുന്നതായിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾ. ഇപ്പോഴും കുറേ സ്ഥലത്ത് അതൊക്കെ ഉണ്ട്, ഇങ്ങനെ എന്നൊക്കെ. അതായത് പതുക്കെ ലെഫ്റ്റിൽ മൂവ്മെൻ്റ് ആയിട്ടും റൈറ്റിൽ മൂവ്മെൻറ്റ്സ് ആകുന്നതൊക്കെയാണ് കേട്ടോ. ഇതിപ്പോൾ കുറച്ച് അതായത് നീങ്ങിയുള്ള ഡാറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് കൂടുതലും കാണാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഒരു 9 പിന്നുകൾ ആകെ ഒരു ലെയറായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ 9 പിന്നുകൾ തന്നെ 2 ലെയറായിട്ട് വെക്കുമ്പോഴേക്കും അടുപ്പിച്ച് എന്താകുമെന്ന് പറഞ്ഞാൽ ഡോട്ടഡ് വന്നിട്ട് പ്രൊഡ്യൂസ് ആകുമ്പോഴേക്കും നമ്മൾ ഒരു പേപ്പറിൽ പ്രിൻ്റഡ് ആകുന്നത് വന്നിട്ട് ക്ലിയർ ആയിട്ട് വന്നിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 24 പിന്നുകളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ കൂടുതൽ പിന്നുകളുള്ളതൊക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ.